എപ്പോഴാ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹാകണത്? അത് ചോദിച്ചപ്പോൾ തന്നെ ഇപ്പം എല്ലാവരും ഇങ്ങനെ തലരിഞ്ഞ് നോക്കണം, എന്താ ഈ ചോദ്യം എന്ന്. അന്തം കിട്ടൂല നമുക്ക്. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹാകണമെങ്കിൽ ഉസ്താദ് അസ്വഹാകണം. അതിന് ഷർത്തത്ത് ഒരാളിൽ നിന്ന് ഓതണ്ടേ? ഇപ്പൊ സഹീഹുൽ ബുഖാരിയൊക്കെ ഇവിടെ നല്ലോണം ഫുള്ള് കുറേ വട്ടം ആവർത്തിച്ച് നോക്കിയ ചങ്ങായിമാരാണ് ഇപ്പൊ ഈ മുജാഹിദിന്റെ പല ചങ്ങായിമാരും. എടവണ്ണയിലൊക്കെ ചരമമടഞ്ഞ പല മൗലവിമാരും സ്വഹീഹുൽ ബുഖാരിക്ക് മൊത്തം പരിഭാഷ ചെയ്തിട്ടുണ്ട്. ഒരു മുജാഹിദ് മൗലവിയിൽ നിന്ന് ഒരാൾ സ്വഹീഹുൽ ബുഖാരി ഓതിയ ആ ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിലെ വൈഫുൽ ബുഖാരിയാ. അതിന്റെ റൂഹില്ലേ, അത് സ്വഹീയാകൂല. ഇതാണ് ഇവിടുത്തെ അസുൽ. നബിക്ക് സെഹർ ബാധിച്ചു എന്നുള്ള ഹദീസ് സഹീഹ് ബുഖാരിയിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഹദീസ് സ്വീകാര്യമാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ പരമ്പര മാത്രം ശരിയായി മാത്രം പോരാ. അതിന്റെ ആശയം എന്താണ്? ഒന്ന്, പരിശുദ്ധ ഖുർആനുമായി യോജിക്കണം. അതേപ്രകാരം വ്യക്തമായ മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രസ്താവനയ്ക്ക് യോഗ്യമായിരിക്കണം ഹദീസ്. അതല്ലാതെ ശാസ്ത്രത്തിന് ഖണ്ഡിതമായി എതിരായി തീരുകയും പരിശുദ്ധ ഖുർആന്റെ പ്രസ്താവനയ്ക്ക് എതിരായി തീരാൻ അങ്ങനെ വന്നാൽ ഹദീസ് സ്വീകാര്യമല്ല, അത് തള്ളപ്പെടുന്ന ഹദീസിന്റെ കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഹദീസിനെ പറ്റി ഇതുവരെയും വിലായ പ്രസ്താവന അംഗീകരിച്ചു വന്നിട്ടില്ല, ചർച്ചകൾക്ക് വന്നിട്ടില്ല. വലിയൊരു ഖുർആൻ പരിഭാഷ മഹാനും കൂടി എഴുതിയിട്ടുണ്ട്. ആ പരിഭാഷയിൽ ഈ സിഹറിനെ പറ്റി വലിയ ചർച്ച നടന്നിട്ടും ആ ഹദീസ് ചർച്ച കിട്ടില്ല. മാത്രമല്ല, മുഹമ്മദ് നബിക്ക് മാനസിക രോഗം ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ അടിസ്ഥാനപരമായി ഖുർആനും തെറ്റാണ്, മതവിരുദ്ധവുമാണ് ആ കാര്യം. അത്തരം ഹദീസുകൾ മാറ്റിവെക്കുക, ചർച്ചയ്ക്ക് എടുക്കാതിരിക്കുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ആ ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിലെ വൈഫുൽ ബുഖാരിയാ. അതിന്റെ റൂഹില്ലേ, അത് സ്വഹീയാകൂല. ഇതാണ് ഇവിടുത്തെ അസുൽ. പക്ഷേ ഒരു ഹദീസ് സ്വീകാര്യമാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ പരമ്പര മാത്രം ശരിയായി മാത്രം പോരാ. അതിന്റെ ആശയം എന്താണ്? ഒന്ന്, പരിശുദ്ധ ഖുർആനുമായി യോജിക്കണം. അതേപ്രകാരം വ്യക്തമായ മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രസ്താവനയ്ക്ക് യോഗ്യമായിരിക്കണം ഹദീസ്. അതല്ലാതെ ശാസ്ത്രത്തിന് ഖണ്ഡിതമായി എതിരായി തീരുകയും പരിശുദ്ധ ഖുർആന്റെ പ്രസ്താവനയ്ക്ക് എതിരായി തീരാൻ അങ്ങനെ വന്നാൽ ഹദീസ് സ്വീകാര്യമല്ല, അത് തള്ളപ്പെടുന്ന ഹദീസിന്റെ കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഹദീസിനെ പറ്റി ഇതുവരെയും വിലായ പ്രസ്താവന അംഗീകരിച്ചു വന്നിട്ടില്ല, ചർച്ചകൾക്ക്